KCBC കരിസ്മാറ്റിക് കമ്മീഷൻ്റെ സെക്രട്ടറി ജോൺസൺ തൗണ്ടിയിൽ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛാ, ഇപ്പോൾ കേരള കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സുവർണ്ണ ജൂബിലിയോടനുബന്ധിച്ച് ഒരു 3 ദിവസം നമ്മൾ ഈ ആഗോള മലയാളി സംഗമം വെച്ചു. ഇതിനുശേഷം ഓരോരുത്തരും തങ്ങളുടെ പ്രവർത്തന മേഖലകളിലേക്ക് പോകുമ്പോൾ ഇടവക തലത്തിലും അതുപോലെ സോണൽ തലത്തിലുമൊക്കെ നമ്മൾ എന്താണ് ഇനിയൊരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ യാത്ര? നവീകരണത്തിന് വേറെ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കത്തോലിക്ക സഭ ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിച്ചു. രക്തസാക്ഷിത്വം വരിക്കാൻ പോകുന്ന രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് സമർപ്പിക്കാനായിട്ട് ആദ്യ സഭയ്ക്ക് കഴിഞ്ഞത് ആത്മാവിൻ്റെ പ്രചോദനത്തോട് മാത്രം സഹകരിച്ചതിൻ്റെ പേരിലാണ്. സഭയിൽ ഇതിനപ്പുറത്തേക്ക് വലിയ മാതൃകകളില്ല, ഇതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങൾ സഭയിൽ ചെയ്യാനില്ല. ആദിമ സഭ എങ്ങനെ ജീവിച്ചുവോ അത് വീണ്ടും വീണ്ടും ഓർത്തെടുക്കൽ മാത്രമാണ്. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈ ഓർമ്മ എങ്ങനെയാണോ സഭ രൂപീകൃതമായത്, എങ്ങനെയാണോ സഭ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത്, പ്രതിസന്ധികൾക്കപ്പുറത്തേക്ക് സഭ എങ്ങനെയാണോ വളർന്നത്, ആ ഒരു ചൈതന്യം അത് കാത്തു സൂക്ഷിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ അതൊന്ന് തണുത്തുറയുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുക തന്നെ ചെയ്യും. അത് വ്യക്തികളിലൂടെ ആവാം, ഓരോ സാഹചര്യങ്ങളിലൂടെ ആകാം, പരിശുദ്ധാത്മാവ് ഇടപെടും. കാരണം സഭയെ തീരുമാനിച്ചതും പരിപാലിക്കുന്നതും പരിശുദ്ധാത്മാവായതുകൊണ്ട് മനുഷ്യൻ്റെ തീരുമാനങ്ങൾക്ക് ഇവിടെ ഒരു പ്രാധാന്യവുമില്ല. ഇത് അതുപോലൊരു ഇടപെടലാണെന്ന് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ജൂബിലി ഒരിക്കൽ കൂടി സഭയുടെ ആദിമ ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിനുള്ള പ്രചോദനമായിട്ട് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ആ ചൈതന്യം അതനുസരിച്ച് ഇനി അങ്ങോട്ട് കുറേ കൂടി ഉന്മേഷത്തോടു കൂടി, കുറേ കൂടി ആത്മാവിന് കാതോർത്ത്, ഒത്തിരിയേറെ സ്വരങ്ങളുടെ മധ്യ ജീവിക്കുന്ന നമുക്ക് കർത്താവിന് വേണ്ടി നിശബ്ദമായി ഒന്ന് കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ഒന്ന് പാകപ്പെടുക എന്നതല്ലാതെ ഈ ജൂബിലി കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനില്ല. അച്ഛൻ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിനെ കാതോർക്കണം എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും അതിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് സാധിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വയം വിട്ടു നൽകാനൊക്കെ ആയിട്ട് നമുക്ക് എന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം സഭ നമുക്ക് നൽകിയിരിക്കുന്ന പാരമ്പര്യമായ ശൈലികളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ശൈലികൾ, സഭ നമുക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥനാ ശൈലികളുണ്ട്. കൂദാശ ജീവിതത്തിൽ ഒരുവൻ ആഴപ്പെട്ടാൽ തന്നെ അവൻ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായിട്ട് മാറും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഭയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നു ചോദിച്ചാൽ കൂദാശയ്ക്കല്ല പ്രാധാന്യം. പലപ്പോഴും കൂദാശയ്ക്കപ്പുറത്തേക്ക് കൂദാശയുടെ ആഡംബരങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ആഡംബരങ്ങളിലേക്ക് ഒതുങ്ങുമ്പോൾ കൂദാശയുടെ നന്മ, കൂദാശയുടെ ഉദ്ദേശശുദ്ധി നമുക്ക് നഷ്ടമായി പോകുന്നുണ്ട്. അപ്പോൾ ആഡംബരങ്ങൾക്കും അപ്പുറത്തേക്ക് കൂദാശ സുഹൃതമെന്ന് പറയുന്ന ഒരു വിശുദ്ധിയിലേക്കാണ് സഭ വളരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നവീകരണം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത് കൂദാശ ജീവിതത്തിൻ്റെ സമ്പന്നത അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് 2 മാർഗങ്ങളേ ഉള്ളൂ. യേശുനാഥൻ പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 മാർഗങ്ങൾ. ഈ മുറിവേറ്റ് കിടന്നവനെ കൊണ്ട് സത്രത്തിലാക്കിയപ്പോൾ 2 നാണയമാണ് കൊടുത്തത്. ആ 2 നാണയം, ഒന്ന് വചനവും ഒന്ന് കൂദാശയുമാണ്. സഭയ്ക്ക് ഈ 2 നാണയം കൊണ്ടല്ലാതെ മനുഷ്യൻ്റെ മുറിവ് ഉണക്കാനായിട്ട് കഴിയില്ല. ഈ കാലഘട്ടത്തിലും സഭയ്ക്ക് ഏറ്റ മുറിവുകൾ ഉണക്കാൻ 2 ഔഷധങ്ങളേ ഉള്ളൂ, കൂദാശയും വചനവും. അതിലേക്ക് ആഴപ്പെടുന്ന മനുഷ്യന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്വരവും അതിസ്വാഭാവികമല്ല, അത് സ്വാഭാവികതയാണ്. മാമോദീസ സ്വീകരിക്കുന്നവൻ്റെ ജീവിതത്തിനുള്ള സ്വാഭാവികമായ നന്മയാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിക്കാനുള്ള കഴിവ്. പക്ഷേ ഈ കൂദാശയുടെ ബലം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത്, കൂദാശയുടെ പുണ്യത്തിൽ നിന്ന് മനുഷ്യൻ മാറുന്ന സമയത്ത് ഈ സ്വരം ശ്രവിക്കാനുള്ള കഴിവ് നഷ്ടമാകുകയും നമ്മൾ ആഡംബരങ്ങളുടെ ബഹളങ്ങളിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുതുമയല്ല ഉള്ളത്, മറിച്ച് കത്തോലിക്ക സഭയ്ക്ക് ഒരിക്കലും പുതുമയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് ഇന്നലകളിലേക്കാണ് പോകേണ്ടത്. കത്തോലിക്ക സഭ എങ്ങനെയാണോ ആദിമസഭ ഒരുമിച്ച് കൂടിയത്, ആദിമസഭ കർത്താവിൻ്റെ ബലിമേശയുടെ മുന്നിലായിരുന്നത്, ആദിമസഭ വചനത്തെ നെഞ്ചേറ്റിയത്, എങ്ങനെയാണോ ഉദ്യതനോടുകൂടെ നടന്നത്, അതാണ് നമുക്കുള്ള ഏക മാർഗം. ആ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഇന്ന് അത്ഭുതങ്ങൾക്കേറെ പ്രാധാന്യം സംഭവിക്കുന്നു, അടയാളങ്ങൾക്കേറെ പ്രാധാന്യങ്ങൾ സംഭവിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നത് പ്രാർത്ഥനയുടെ പ്രധാന വിഷയമായി മാറുന്നു. എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം വന്നു ചേരുമെന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് കർത്താവിനോട് കൂടെ നടക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിന് സംഭവിക്കുന്ന. ഇന്ന് വരെ കർത്താവിനെ തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനും ഒരു കുറവും ഒരിടത്തും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് പുതുമയായ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നില്ല, മറിച്ച്
ആദിമസഭയുടെ പഴയ ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിന് പ്രചോദിപ്പിക്കുന്നു.